നമസ്കാരം. KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന 1980 തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മക്കളായ KP ചാക്കോ, KP യോഹന്നാൻ, KP മാത്യു എന്ന 3 സഹോദരന്മാരാൽ രൂപീകൃതമായി ഒരു പൊതു മതപര ധർമ്മ സ്ഥാപനമായിട്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നത്. ഈ സംഘടന ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും 1991 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലും രൂപാന്തരപ്പെടുകയും ചെയ്തു. 2003 ആത്മീയ യാത്ര പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയായി. യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ല. മറ്റു ചർച്ചുകൾക്ക് യോഹന്നാന്റെ സഭയെ മുന്തിയ സഭയായി കാണുന്നുമില്ല. പക്ഷെ പിന്നീട് എങ്ങനെയോ നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ അഭിഷിക്തനായി. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് KJ സാമുവലാണ് അഭിഷേകം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ പരാതികളും ഉണ്ടായി. അൽമായനായ യോഹന്നാന്റെ മെത്രാഭിഷേകം വ്യാജമാണ് എന്ന ആരോപണവും ഉണ്ടായി. തുടർന്ന് സാമുവലിന് മോഡറേറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ യോഹന്നാൻ മെത്രാൻ തന്റെ സഭയിലേക്ക് കുട്ടി മെത്രാന്മാരെ സ്വന്തമായി കൈവെപ്പ് നൽകി വാഴിച്ച വലിയ മെത്രാപ്പൊലീത്തയായി വിലസി. പക്ഷേ ഈ ആരോപണങ്ങളുടെ ശക്തി ക്ഷയിക്കാൻ താമസമുണ്ടായില്ല. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി. ഇതിന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുണ്ട്. 30 ബിഷപ്പുമാരാണ് ഇപ്പോൾ സഭയിലുള്ളത്. ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിന്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് ചർച്ച് സ്ഥാപനങ്ങളിൽ പ്രധാനം. SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ MB ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാശ്വതീകാനന്ദ ആശുപത്രി നിലവിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുനാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും KP യോഹന്നാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും KP യോഹന്നാന് വൻ നിക്ഷേപമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 20,000 ഏക്കറിലധികം സ്ഥലമാണ് വിവിധ ട്രസ്റ്റുകളുടെ പേരിലുള്ളത്. ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയ്ക്കും വിവിധയിടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എരുമേലിക്കടുത്ത ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന നിയമക്കുരുക്കിൽപ്പെട്ട 2,263 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഹൈക്കോടതി റദ്ദാക്കി. KP യോഹന്നാന്റെ കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 2012 ബിലീവേഴ്സ് ചർച്ചിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1,544 കോടി രൂപ ലഭിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. വിദേശ സംഭാവനകളുടെ സ്വീകരണം, ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വിദേശ രാജ്യങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. പണം വാരിയെറിഞ്ഞായിരുന്നു യോഹന്നാന്റെ പിന്നീടുള്ള കളികൾ. ലോകമെങ്ങും സുവിശേഷം പ്രചരിപ്പിക്കാൻ സഭയിലെ കുഞ്ഞാടുകൾക്ക് സൈക്കിളും സ്കൂട്ടറും കാറും മാറ്റഡോർ വാനും ഒക്കെ നൽകി. വിൽക്കാൻ വെച്ചിരുന്ന ഭൂമിയൊക്കെ വാങ്ങി. സ്കൂളുകളും കോളേജുകളും വാങ്ങി വളർന്ന് പന്തലിച്ചു. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ മറവിലും മതപരിവർത്തനം നടത്തുന്നുവെന്നും 80കളിൽ ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണമാണ്. കുറഞ്ഞ പലിശയ്ക്ക് പണം നൽകി ദളിത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കുന്ന സ്വാശ്രയ സംഘങ്ങളെ ഒപ്പം നിർത്തുകയാണ് ആദ്യഘട്ടം. പിന്നീട് വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നതോടെ അവരെ വൈകാരികമായി സ്വാധീനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. മതപരിവർത്തനം ചെയ്യപ്പെടുന്നതോടെ വായ്പാ തിരിച്ചടവിൽ നിന്നും കടം വാങ്ങിയ പാവങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡോറ എന്ന മൈക്രോ ഫിനാൻസ് കമ്പനി വഴിയാണ് ഈ പരിപാടി നടത്തുന്നത്.
ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനും സംരംഭകത്വ ശീലം വർദ്ധിപ്പിക്കുന്നതിനും എന്ന് പറഞ്ഞുമാണ് പണം പലിശയ്ക്ക് നൽകുന്നത്. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും വിതരണം ചെയ്തിട്ടുള്ളത് കോടികളാണ്. ഇവയെല്ലാം ജനങ്ങൾ തവണകളായി തിരിച്ചടക്കണം. കേരളത്തിന് വെളിയിൽ ഡോറയ്ക്ക് വലിയ മതിപ്പാണുള്ളത്. ഇവിടെ സ്വകാര്യ കമ്പനികൾക്കാണ് പണം പലിശയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തുകയും കൂടും. കേരളത്തിൽ വിതരണം ചെയ്യുന്ന പരമാവധി തുക 5000 മുതൽ 35,000 രൂപ വരെയാണ്. തവണകളായി തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ 10 അതിനു മുകളിലോ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടാണ് പണം നൽകുക. ബിലീവേഴ്സ് ചർച്ചിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഹരിയാന, ന്യൂഡൽഹി തുടങ്ങിയിടങ്ങളിൽ 30 ബ്രാഞ്ചുകളിലെ 70,000 കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്നതുമായി സൈറ്റ് അവകാശപ്പെടുന്നു. 50 ആഴ്ച കൊണ്ട് 11,200 രൂപയാണ് ഉപയോക്താക്കൾ തിരിച്ചടയ്ക്കേണ്ടത്. അതായത് 1,200 രൂപ പലിശ നിരക്കിൽ ഡോറയിലേക്ക് കൂടുതലായി തിരിച്ചടക്കണം. ബിലീവേഴ്സ് ചർച്ച് പറഞ്ഞിട്ടുള്ള ഡോറയുടെ ഉപയോക്താക്കളുടെ കണക്ക് ശരിയെങ്കിൽ ഈ ഇനത്തിൽ അവർക്ക് പലിശയായി ലഭിച്ചിട്ടുള്ളത് 84 കോടി. ആധാർ കാർഡ് മാത്രം കൊടുത്താൽ യാതൊരു ഈടുമില്ലാതെ വെറും 3 ദിവസം കൊണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പണം ലഭിക്കും. സർക്കാർ സൊസൈറ്റികളിലും ബാങ്കുകളിലും ജാമ്യവ്യവസ്ഥ കൂടുതലാണ്. പെട്ടെന്ന് പണം കൊടുക്കാമെന്ന മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ അവരുടെ ചതിക്കുഴിയിൽ വീഴുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും എടുത്ത പണം തിരിച്ചടക്കാൻ കഴിയാത്തത് മൂലം മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പണം എടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ 4 മുതൽ 7 വരെ സ്ഥാപനങ്ങളിൽ നിന്നും പണം എടുത്തവരാണ് എല്ലാ സ്ത്രീകളും. ആഴ്ചതോറും 5000 രൂപ വരെ തിരിച്ചടവ് നൽകുന്നവരുണ്ട്. ഇക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെന്ന് ലോൺ കിട്ടില്ല. ലോൺ ആർക്കാണോ വേണ്ടത് അയാൾ 10 പേരുടെ സംഘം രൂപീകരിക്കണം. ഇവരുടെ കൂട്ടുത്തരവാദിത്തത്തിലാണ് സ്ഥാപനങ്ങൾ പണം കൊടുക്കുക. സംഘമായാൽ പിന്നെ മീറ്റിംഗ് വിളിക്കും. തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ ലോൺ പാസാക്കി കൊടുക്കും. പക്ഷേ ഇങ്ങനെ സാമൂഹിക പ്രവർത്തനം നടത്തി അവസാനം അത് കൂട്ടം മതപരിവർത്തനത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാണ് യോഹന്നാന്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്രയേറെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കയിൽ കൊല്ലപ്പെട്ടത്. അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണമില്ല. US പോലീസ് പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി സഭയും. വീട്ടുകാർക്കും ഇതിലൊന്നും പറയാനില്ല. ഇതിനു പിന്നിൽ ആരായിരിക്കും എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ്. അതിലേക്ക് ആർക്കും പ്രത്യേകിച്ചായിട്ട് പറയാനില്ലാത്തത് എന്തുകൊണ്ടാണ്? സഭ ചൂണ്ടിക്കാണിച്ച ആരെങ്കിലും ആയിരിക്കുമോ യോഹന്നാനെ കൊന്നത് എന്നതും കണക്ക് കൂട്ടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സഭയ്ക്ക് ഇതിൽ യാതൊരു സംശയവും ഇല്ലാത്തത്? പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയല്ലേ? വീട്ടുകാരും ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് കുടുംബവും സംസാരിക്കാത്തത്? ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ, ഇതിലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ പല ലാഭക്കച്ചവടങ്ങളിലേക്കും അന്വേഷണം ചെന്നെത്തും. അതിൽ ആരൊക്കെ പെടുമെന്നും ഏതൊക്കെ വൻ ചാക്കുകൾ പെടുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുകൊണ്ട് ആരും ഒന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് KP യോഹന്നാൻ കാലം ചെയ്തുവെന്ന് പത്രമാധ്യമങ്ങൾ വരെ എഴുതേണ്ടി വന്നത്. അല്ലെങ്കിൽ ആക്സിഡന്റിൽ ന്യൂറോ സർജറിക്ക് വിധേയമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ എങ്ങനെയാണ് കാലം ചെയ്തു എന്ന് എഴുതപ്പെടുക? നന്ദി.